ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ BJP ഇന്ത്യയിൽ അതിശക്തമായ രീതിയിലുള്ള വളർച്ചയാണ്. രാജ്യസഭയുടെ കാര്യത്തിലായിരുന്നു പലർക്കും ഒരു സംശയത്തിൽ നിന്നത്. ഇപ്പോൾ രാജ്യസഭയിലേക്കും BJP മുൻതൂക്കമുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിയുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു പ്രതിപക്ഷത്തെ തീരെ ശുഷ്കമാക്കുന്ന ഒരവസ്ഥയിലേക്കും മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഇടതുപക്ഷ കക്ഷികൾക്കൊന്നും ഇനി രാജ്യസഭയിലേക്ക് ഇടം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തിരുത്തൽ ശക്തിയായിട്ട് നിന്ന ഇടതുപക്ഷമാണ്. അവർ തകർന്നടിയുന്നു. അതുപോലെ പിന്നെ പ്രാദേശിക പാർട്ടികൾക്ക് ഇതേ ദുരവസ്ഥ സംഭവിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ് ആയാലും, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിക്കാം, പലതുണ്ടല്ലോ. അപ്പോൾ BJPയുടെ വളർച്ചയാണ് അല്ലേ? BJPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ രാജ്യശില്പിയായി BJP മാറുമോ? ഈ രാജ്യസഭ യാതൊന്നുമില്ല. നമുക്ക് ഈ രാഷ്ട്രീയം പറയുമ്പോൾ രാജ്യസഭയാണ് എപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഇലക്ഷനകത്ത് ലോകസഭയിൽ ഭൂരിപക്ഷം വന്നിട്ട് അവിടുന്ന് ആയാലും ആ ഗവൺമെൻറ്റിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ബില്ലുകൾ പാസ്സാക്കാൻ ഈ ലോകസഭയെ പാസ്സാക്കിയിട്ട് രാജ്യസഭയിൽ പാസ്സാക്കണം. രാജ്യസഭയെ പാസ്സാക്കാൻ വരുമ്പോൾ രാജ്യസഭയിൽ എങ്ങനെയാണ് മെമ്പർമാർ വരുന്നത്? അതാത് സംസ്ഥാനത്തിൽ നിന്നുള്ള നിയമസഭാ അംഗങ്ങൾ വോട്ട് ചെയ്താണല്ലോ രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടാകും. അപ്പം ലോകസഭയിൽ ജയിച്ചു വരുന്ന പാർട്ടിക്ക് സംസ്ഥാനത്തെ ഭരണം ഇല്ലെങ്കിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടത്തില്ല, ഒന്നും പാസ്സാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് ആദ്യം BJP വളരെ കൃത്യമായിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു 2014. ഇല്ലെന്നുള്ളതല്ല, അന്ന് ഇത്രയും ഇല്ലല്ലോ. പിന്നെ വന്നപ്പോൾ ഇപ്പം ലോകസഭയിൽ വേണമെങ്കിൽ പറയാം BJP ശകലം പ്രശ്നമുണ്ടോ, പക്ഷെ രാജ്യസഭയിൽ അങ്ങനെയല്ല. BJP അപ്രമാദിത്വത്തിലേക്ക് പോവുക. ഇതിനു മുമ്പ് ഒരു പാർട്ടിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറേ അങ്ങനത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരുന്ന ഒരു പാർട്ടി. അത് കോൺഗ്രസ് ആയിരുന്നു. 1986 രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. അതിനുശേഷം ഇപ്പം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരാൻ പോകുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അത് BJP ആയിട്ട് വരുമോ? ഇപ്പം തന്നെ ഏതാണ്ട് 117 സീറ്റിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നിപ്പം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു 3 MPമാർ രാജിവെച്ചല്ലോ. അവരെ തന്നെ വീണ്ടും BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം അതിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ 3 കൂടെ വരും. അപ്പോൾ മൊത്തം ഈ പറയുന്ന BJP സഖ്യത്തിന് 182 ഉണ്ട്. ഇപ്പോൾ BJPക്ക് മാത്രം ഏതാണ്ട് 123 വരാൻ ഇനി ഏതാണ്ട് 6 സീറ്റ് മതിയാകും. 123 തോന്നുന്നു കേവല രാജ്യസഭയിലെ ആണ് സാറിന് കേവല ഭൂരിപക്ഷം. അപ്പം അത് ഒരു റെക്കോർഡ് തന്നെ. കാരണം ഇനിയും ബില്ലുകൾ പാസ്സാക്കാൻ പാടില്ല. മൺസൂൺ ഇത് വരിക, ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ബില്ലുകളുണ്ട്. അത് രാജ്യസഭയിലായിരുന്നു ഈ ബില്ലുകൾ പാസ്സാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് നേരത്തെ 3/2 ഭൂരിപക്ഷം ഉള്ള സമയത്തെ ഇപ്പോഴാണല്ലോ 3/2 ഭൂരിപക്ഷം. വനിതാ ബില്ലുണ്ട്, ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ മണ്ഡല പുനർനിർണയം. അതൊരു വല്ലാത്ത സാധനം. മണ്ഡല പുനർനിർണയം, അതും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ മണ്ഡല പുനർനിർണയം ഇപ്പം BJPക്ക് സാധ്യമാക്കിയെടുത്താൽ പിന്നെ BJP അല്ലാതെ, മനസ്സിലായോ, വേറെ ഒരു പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. ഇതിനിടയ്ക്ക് വേറെ ചില കാര്യമുണ്ട്. ഈ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം 2026, 2027 പകുതിക്കിടയിലായിട്ട് നടക്കുമെന്നുള്ളതാണ്. അത് നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു പഞ്ചാബ് ആണെന്ന് തോന്നുന്നു. അവിടെ തന്നെ അവിടുന്ന് രാജ്യസഭയ്ക്ക് BJPക്ക് വലിയൊരു മുൻതൂക്കം വരും. അവിടുന്ന് ഇപ്പം 7ഓളം രാജ്യസഭാംഗങ്ങൾ BJPയുടെ കൂടെ പോകണല്ലോ. ഇപ്പം അവിടുന്ന് പഞ്ചാബില് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ആത്മീയ അവിടെ ഇല്ലാതാകും. ഇന്ത്യയിൽ നിന്ന് ആ ആത്മീയ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും. കോൺഗ്രസിന്റെ ഗ്യാപ്പായിരുന്നു ആം ആദ്മി ഡൽഹിയിലും പഞ്ചാബിലും നേടിയത്. അപ്പോൾ ആ വാക്കും ഇപ്പൊ BJP ഫില്ല് ചെയ്യുന്നുള്ള. കാരണം ഈ പഞ്ചാബിൽ വലിയ പാടായിരുന്നു. അന്ന് ഘടകകക്ഷിയുടെ കൂടെ മാത്രമായിരുന്നു BJP. ഈ ശിരോമണി അകാലിദൾ അന്ന് അവര് നശിച്ച ഭരണമാണ്. കാരണം അതൊരു പ്രാദേശിക പാർട്ടി. രണ്ടിടവും കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. അത് കൊണ്ട് കളഞ്ഞില്ലേ. അവിടെ ഏറ്റവും വലിയൊരു രാജ്യസ്നേഹിയായിരുന്നല്ലോ ആ സിംഗ്, നേരത്തെ ക്യാപ്റ്റൻ. അയാൾ പറഞ്ഞു, അയാൾ പല കാര്യത്തിനകത്ത് പറഞ്ഞു, ഇവിടെ ഖാലിസ്ഥാൻ വാദം, ഈ പാകിസ്ഥാനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, നടത്തരുത് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നടത്താനാ കോൺഗ്രസ് നിന്നേ. അത് നടത്താനോ. അതുകൊണ്ടാണ് അവിടെ പാകിസ്ഥാനോട് ടൈപ്പുള്ള സിദ്ധുവിനെ അവിടുത്തെ നേതാവാക്കി. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ തീർന്നില്ലേ. കാരണം സാറെ നടത്താനാ കോൺഗ്രസ് എന്ന് ഞാൻ ഇത്രയും ബലത്തെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ സാറ് കണ്ടായിരുന്നല്ലോ RK രവിയുടെ.
കാരണം ഇവിടെ അന്ന് നടന്ന സ്ഫോടനം ISIയും കോൺഗ്രസും അന്നത്തെ ഭരണം കൂടി ആലോചിച്ച് ചെയ്തതാണെന്നാണല്ലോ പുള്ളി വെളിപ്പെടുത്തിയത്. ഇന്നത്തെ ആഭ്യന്തര വകുപ്പും കോസ്റ്റ് ഗാർഡും ഒക്കെ അതിന് വേണ്ട, കോസ്റ്റ് ഗാർഡ് ബോട്ട് കണ്ടപ്പോൾ പറഞ്ഞു അവിടെ കിടക്കട്ടെ മിണ്ടണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ ബോട്ടിൽ നിന്നിറങ്ങി അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ആവശ്യം പോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മതി. അതുപോലെ NSG കമാൻഡോസിനെ ഉടനെ ഇറക്കാൻ പറ്റുന്ന ഒരിടത്ത് 2 മണിക്കൂർ താമസിപ്പിച്ചു. അപ്പോഴത്തേക്ക് 198 പേരെ കൊന്നു. എന്നിട്ട് ഇത് ഹിന്ദു ടെററിസമാണെന്ന് ഓപ്പറേറ്റ് ചെയ്താണല്ലോ അവിടെ വന്നത്. എല്ലാവരും ചാവേറായിരുന്നു. എല്ലാവരും ഇത് കഴിഞ്ഞപ്പം വെടിവെച്ച് കൊന്നുകൊണ്ടിരുന്നു. ഒരുത്തരെ മാത്രം വെടികൊണ്ട് മരണത്തെ പോലും വകവയ്ക്കാതെ പിടിച്ച ഒരു പോലീസുകാരനെന്ന്. അതുകൊണ്ട് അവനെ ജീവനെ കിട്ടിയത്. അന്നേരം അവനെ പരിശോധിച്ചപ്പോഴാണ് ഞാൻ അജ്മൽ കസബാണ്, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവൻ്റെ കയ്യിലും രാഖി ഉണ്ടായിരുന്നു, അവൻ്റെ പോക്കറ്റിലും വേറെ ഹിന്ദുവിൻ്റെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. അത് ഞാനീ പറഞ്ഞു അതേപോലെയുള്ള ഇടം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കം അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പേര് നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനകത്ത് അത്ര വളർച്ച നടക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് അന്ന് അധികാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് അനുവാദം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി, കോൺഗ്രസിന് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നാ അപ്പം മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് രാജ്യസ്നേഹികളും ഇതിനകത്ത് വേറൊരു തമാശ ഉള്ളത്, ഈ ചെറിയ പാർട്ടികളൊന്നും രാജ്യസഭയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. രാജ്യസഭയിലേക്കില്ല. CPM-ന്റെയും CPI-യുടെയും കാര്യം. അപ്പൊ ഇപ്രാവശ്യം CPM-ന്റെ അവസ്ഥ ഉണ്ടല്ലേ, ഒരു രാജ്യസഭാംഗത്തിന് ജയിപ്പിക്കാനുള്ള ആളില്ല. രണ്ടും കൂടെ വരുമ്പോഴും ഇല്ല. 46 കണ്ട് വേണ്ടേ? പിന്നെ പ്രാദേശിക പാർട്ടികളില്ലേ വേറെയൊക്കെ, അവർക്കൊക്കെ ഇടമില്ലാതായിപ്പോ. അപ്പൊ അതായത് സർവാധിപത്യത്തിലേക്ക് ഞാനീ പറഞ്ഞത് ഈ ഇതിന് ശേഷം ഇതോടുകൂടി നമ്മൾ ഈ പ്രധാനപ്പെട്ട മൺസൂണിന് ശേഷം പ്രധാനപ്പെട്ട 2-3 ബില്ല സാറി പറഞ്ഞതുപോലെ, ഒന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, 2 ഈ മണ്ഡല പുനർനിർണയം ബില്ല്, 3 സ്ത്രീ സംവരണ ബില്ല്, വനിതാ സംവരണം. ഇത് 3 പാസ്സാക്കാൻ ഈസിയായിട്ട് നടക്കും. കാരണം ലോകസഭയിൽ അതിനുള്ള സെറ്റപ്പ് അവർ ഉണ്ടാക്കി. ഇപ്പം ഭൂരിപക്ഷം ഇല്ലാത്ത 3-2 ഭൂരിപക്ഷത്തിലേക്ക് അവിടെ വരും. കാരണം DMK-ക്ക് അവിടെ അവർ പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ അവർ വരും. കോൺഗ്രസിൻ്റെ കൂടി ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടെ അറിയാമല്ലോ, അവിടുത്തെ ഏതാണ്ട് 20 പേരെ ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം UP-യിൽ അത് ആയിട്ടില്ലെന്നേ ഉള്ളൂ. UP-യിൽ പിളരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് 9 MPമാരിൽ 6 പേരോളം BJP സഖ്യത്തിൻ്റെ കൂടെയായി. ഇപ്പോൾ അതിനുശേഷം ഇനി ഇതുവരെ മന്ത്രിസഭ പുനഃസംഘടന നടന്നില്ല. മന്ത്രിസഭ പുനഃസംഘടന നടക്കും. കാരണം ഈ കൊണ്ടുവന്നവരെയൊക്കെ വേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ പുനഃസംഘടനയൊക്കെ നടക്കും. അപ്പോൾ അതിനുശേഷം ആയിരിക്കും ഈ മൺസൂൺ സമ്മേളനത്തിന് മുമ്പ് പാർട്ടിക്കകത്തും കേന്ദ്രമന്ത്രിസഭയിലും വേണ്ട രീതിയിലേക്കുള്ളൊരു മാറ്റം വരുത്തി. അതായത് അടുത്ത ഇനിയും BJP അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ച് കൈകാര്യം ചെയ്ത് പോകുന്ന രീതിയിലേക്ക് വരും. ഏതായാലും ഇത് പല റെക്കോർഡുകളും തകർക്കുന്നത് പോലെ തന്നെയാണല്ലോ സാറേ. ഇപ്പം രാജീവ് ഗാന്ധി ഇരുന്നതിന് ശേഷം വേറെ പ്രതിപക്ഷം ഇല്ലാതെ വരുന്നു. പ്രതിപക്ഷം ഇല്ലാതെ ഞാൻ മുന്നോട് പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇല്ലാതെ വരുന്നു. പ്രതിപക്ഷം ആര് വേണമെന്ന് BJP തീരുമാനിക്കുന്നു. അന്ന് അതിൽ പശ്ചിമ ബംഗാളി കണ്ടേ, പശ്ചിമ ബംഗാളി കണ്ടമാനം MLA-മാരും MP-മാരോടെ നിൽക്കുക, ഞങ്ങൾ BJP ചേരാൻ. ഞങ്ങൾ വേണ്ട, അവിടെ ഇല്ല. തൃണമൂൽ കോൺഗ്രസ് നിങ്ങളായി കേട്ടോ, മമതാ ബാനർജി അല്ല കേട്ടോ. അപ്പം നിങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ്. അപ്പം അവർക്ക് ഇവരിങ്ങ് പോന്നാൽ അവിടെ വീണ്ടും ആ ഗ്യാപ്പ് കിടക്കും. ആ ഗ്യാപ്പിനകത്ത് തൃണമൂൽ കോൺഗ്രസിന് വളരാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തോ ദീർഘവീക്ഷണത്തിലുള്ള പൊളിറ്റിക്സാണ് നമ്മൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എവിടെയും ഒരു സാധനം 42% കിടക്കുന്ന ഒരു വോട്ട് അവിടെ കിടക്കുക. അതിനെ പൊളിച്ചാലും ആ പൊളിച്ചതിന് ശേഷം അവർ മൊത്തം ഇങ്ങോട്ട് കയറിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും സാധ്യത വരിക. അതേസമയം അതിനെ 2ആക്കി വെച്ചാൽ ആ സാധ്യത വരത്തില്ല. അപ്പം അതേ രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് BJP എല്ലാവരും മറ്റാരും ഇല്ലാത്ത ഒരു ഇന്ത്യ മഹാരാജ്യത്തിലെ കാര്യങ്ങൾ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.